ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക. നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു, നിന്റെ വക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു. നിന്റെ പ്രഭുക്കന്മാർ എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു. മോക്ഷം. എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് മോക്ഷം. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകാലത്ത് ചെയ്ത നന്മകളുടെയും തിന്മകളുടെയും കണക്കുകൂട്ടി മരണശേഷം സൽക്കർമ്മികളെ ദൈവം അയക്കുന്ന സ്ഥലമാണ് മോക്ഷം എന്നൊരു തെറ്റിദ്ധാരണ മതഭക്തരിൽ പൊതുവെ പരന്നിട്ടുണ്ട്. മോക്ഷത്തിന് മരണവുമായി ഒരു ബന്ധവുമില്ല. മരണശേഷം നല്ലവരെ അയക്കാൻ ഒരു മോക്ഷവും തിന്മ ചെയ്തവരെ അയക്കാൻ ഒരു നരകവും ദൈവം പണിതു വെച്ചിട്ടില്ല. മോക്ഷം എന്നാൽ മോഹക്ഷയം, മോഹം ക്ഷയിക്കുന്ന അവസ്ഥ. അത് മോചനമാണ്. എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നുമുള്ള മോചനം, എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം. അതാണ് സ്വാതന്ത്ര്യം. അജ്ഞതയിൽ നിന്ന് ശരിയായ അറിവിലേക്കുള്ള മോചനം, അതായത് അറിവാണ് മോചനം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32. അറിവ് കൊണ്ട് നേടേണ്ടതാണ് മോക്ഷം, എല്ലാ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. അപ്പോൾ മർത്യൻ അമർത്യനാകുന്നു, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയെ പ്രാപിക്കുന്നു. എന്താണ് ബന്ധനം? ഒരു അമ്മച്ചി പശുവിനെ കയറുകൊണ്ട് ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഇവിടെ പശു ശാരീരിക തലത്തിൽ ബന്ധിതയാണ്. അമ്മച്ചിയുടെ മകൾ അമ്മച്ചിയെ 2 ദിവസത്തേക്കെങ്കിലും കൂടെ കൊണ്ടുപോയി നിർത്താൻ നിർബന്ധിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, പശുവിനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല. അമ്മച്ചിയുടെ മനസ്സ് പശുവിൽ ബന്ധിതമാണ്. പശു അമ്മച്ചിയെ കയറില്ലാതെ കെട്ടിയിട്ടു. അതുപോലെ അമ്മച്ചിയുടെ മനസ്സ് മറ്റു പലതിലും ഒട്ടി നിൽക്കുന്നു. ഉദാഹരണം, മക്കൾ, കൊച്ചുമക്കൾ, ഭർത്താവ് എന്നിവരിൽ, വസ്തുവകകൾ, ധനം, ആഭരണങ്ങൾ എന്നിവയിൽ, ശാരീരിക പ്രശ്നങ്ങളിൽ. പകലത്തെ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ അമ്മച്ചി സുഖമായി ഉറങ്ങി. ഈ ഗാഠനിദ്രയിൽ അമ്മച്ചിയുടെ മനസ്സ് എല്ലാ ഒട്ടലുകളിൽ നിന്നും മോചിതമായിരുന്നു. ഉറക്കത്തിൽ അമ്മച്ചിയുടെ മനസ്സ് ഒന്നിനോടും ഒട്ടുനിൽക്കുന്നില്ല, സർവസ്വതന്ത്രമാണ്. ഈ അവസ്ഥ മോക്ഷത്തിന് ഏകദേശം അടുത്താണ്. നിദ്രയിലെ സുഖം അബോധപൂർവകമാണ്. ഈ അവസ്ഥ ബോധപൂർവം അനുഭവിക്കുന്നതാണ് മോക്ഷം. അതിനുള്ള മാർഗമാണ് മനസ്സിന്റെ നിയന്ത്രണം. ധ്യാനത്തിൽ കിട്ടുന്നതാണ് ഈ അവസ്ഥ. നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, വസ്തുവകകൾ, നമ്മുടെ ശരീരം, ഇവയൊന്നും സ്ഥിരമല്ല. കാലം അവയെല്ലാം നമ്മിൽ നിന്ന് വേർപെടുത്തും. അവയെല്ലാം നമ്മിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്, അതിനാൽ അന്യമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മചൈതന്യം എപ്പോഴും കൂടെയുള്ളതാണ്, സ്ഥിരമാണ്. അത് അനന്യമാണ്. ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടവരാണ് നാം. എല്ലാറ്റിനോടും വിവേകപൂർവം ബന്ധപ്പെടണം. അത് ബന്ധനമാകരുത്, ഒട്ടലാകരുത്. എപ്പോഴും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മചൈതന്യത്തിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ട് അതിൽ മാത്രം ഒട്ടി നിന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യണം. ബന്ധനം ഉള്ളിലെ ദിവ്യ ചൈതന്യത്തോട് മാത്രമേ പാടുള്ളൂ. അപ്പോൾ മനസ്സ് സ്വതന്ത്രമാവും. ആത്മീയ പക്വത ആർജിക്കുന്നതനുസരിച്ച് ബാഹ്യവസ്തുക്കളോടുള്ള മോഹം ക്ഷയിച്ചുകൊണ്ടിരിക്കും. പരിധികളില്ലാത്ത സർവചരാചരങ്ങളോടുമുള്ള സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവ് അഥവാ ഈശ്വരൻ. ഗോഡ് ഈസ് അൺകണ്ടീഷണൽ ലവ്. ഈ സ്നേഹ സാന്നിധ്യം അവനവന്റെ ഉള്ളിലാണ് അനുഭവമാകുന്നത്. ഈ ഉൾനിറവിൽ, സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എല്ലാ ആഗ്രഹ അഭിലാഷങ്ങളും ചെറുതായി ചെറുതായി നിശേഷം അസ്തമിക്കുന്നു. ഇത് മോഹം ക്ഷയിച്ച അവസ്ഥ അഥവാ മോക്ഷം ആണ്. ഏതൊരു മനസ്സിലാണോ സന്തോഷമില്ലാത്തത്, അതാണ് നരകം. മോക്ഷത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ നമ്മിൽ തന്നെയാണ്. പരാതിയില്ലാതെ, പ്രതീക്ഷയില്ലാതെ വരുന്നതെല്ലാം ഈശ്വര പ്രസാദം എന്ന ബോധ്യത്തിൽ ബാഹ്യമായ ഒന്നിനോടും ഒട്ടലില്ലാത്ത ശാന്തമായ മാനസിക അവസ്ഥയാണ് മോക്ഷം.
അതാണ് മോചനം, അതാണ് സ്വാതന്ത്ര്യം. ഇത് അവനവൻ തന്നെ കണ്ടെത്തേണ്ടതാണ്. മരണശേഷം ആര് വിചാരിച്ചാലും പ്രഖ്യാപിച്ചാലും കിട്ടുന്നതല്ല. മരണാനന്തര സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇഹലോക ജീവിതം ശാന്തവും സമാധാനപൂർണവുമാക്കാൻ വേണ്ടി ശ്രമിക്കാം. മരണം ദേഹത്തിന്റെ പതനം മാത്രമാണ്. മരണാനന്തരം നമ്മുടെ കയ്യിലല്ല. ഈ നിമിഷം മാത്രമേ കയ്യിലുള്ളൂ. അത് ആനന്ദമയമാക്കാം, സ്വതന്ത്രമാക്കാം. ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. മത്തായി 12:28. ഭാരതീയ ദർശനം. കാലത്തിനും ദേശത്തിനും അതീതമാണ് ഭാരതീയ സംസ്കാരം. അത് അനാദിയാണ്. ഹിമാലയം എന്ന് ഉണ്ടായോ എന്നോ ഗംഗാ നദി എന്നു മുതലാണ് ഒഴുകി തുടങ്ങിയത് എന്നോ അറിയാൻ കഴിയാത്തതുപോലെ ഭാരതീയ സംസ്കാരം എന്നുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. തത്വത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഭാരതീയ സംസ്കാരം അഥവാ സനാതന ധർമ്മം രൂപപ്പെട്ടത്. ദർശനം എന്നാൽ കാഴ്ചപ്പാട്. വെറും കാഴ്ചപ്പാടല്ല, ഉള്ളിലേക്കുള്ള കാഴ്ചയാണത്. തത്വവും വ്യക്തിയും ഒന്നാകുന്ന സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്ന വെളിപ്പെടുത്തലുകളാണ് ദർശനം. അനാദികാലം മുതൽക്ക് ഉണ്ടായിരുന്ന നിത്യസത്യങ്ങളെ കണ്ടെത്തുകയാണ് ഭാരതീയ ഋഷീശ്വരന്മാർ ചെയ്തത്. അവർ പുതുതായി ഒന്നും സൃഷ്ടിക്കുകയല്ല ചെയ്തത്. വചനം ലോകത്തിൽ ആയിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ 1:10. ഭാരതീയ ദർശനം മതാതീതമായ സംസ്കാരമാണ്. സർവചരാചര വസ്തുക്കളും ഈശ്വരനാൽ ആവാസ്യമാണ്. ഈശ്വരാവാസ്യമിതം സർവം. ഈശ്വരൻ എന്നാൽ പ്രപഞ്ചത്തിന് ആധാരമായ ശക്തി. സർവചരാചരങ്ങളുടെയും ചലനഗതികളെ നിയന്ത്രിക്കുന്നത് ആ ചാലക ശക്തിയാണ്. വേദം എന്നാൽ അറിവ്. വേദാന്തം എന്നാൽ അറിവിന്റെ അവസാനം അഥവാ രഹസ്യം. ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഗീത മുതലായവയാണ് വേദാന്തത്തിലെ പ്രമാണ ഗ്രന്ഥങ്ങൾ. ഭാരതീയരുടെ മാത്രമല്ല മാനവരാശിയുടെ തത്വശാസ്ത്രമാണ് വേദാന്ത ദർശനം. വേദാന്ത ദർശനത്തിന്റെ രത്ന ചുരുക്കമാണ് 4 മഹാവാക്യങ്ങൾ. ഒരു വേദത്തിൽ നിന്ന് 1 വീതം തിരഞ്ഞെടുക്കുന്ന വേദവാക്യങ്ങൾ. അറിവാണ് ബ്രഹ്മം അഥവാ ശുദ്ധബോധമാണ് ബ്രഹ്മം, പ്യുവർ കൺഷ്യസ്നസ്. അറിയാൻ ആഗ്രഹമുള്ള ഒരു ശിഷ്യന്റെ ചോദ്യത്തിന് ഗുരു നൽകുന്ന ഉത്തരമാണത്. അതിനാൽ ഇതിന് നിർവചന വാക്യം എന്ന് പറയാം. ഓരോ വ്യക്തിയിലും ബോധം എന്ന നിലയിൽ പ്രകടമാകുന്നതാണ് ബ്രഹ്മം അഥവാ ആത്മാവ്. സകല പ്രവർത്തനങ്ങൾക്കും കാരണമായിട്ടുള്ളതാണ് ജ്ഞാനം അഥവാ ബോധം. എല്ലാവരുടെയും ഉള്ളിൽ വിരാജിക്കുന്ന ദിവ്യ സത്യമാണത്. എല്ലാറ്റിനെയും സചേതനമാക്കുന്ന ശുദ്ധ ചൈതന്യമാണത്. തത്വമസി, അത് നീയാകുന്നു. ബോധമാണ് ബ്രഹ്മം എന്ന് നിർവചിച്ച ശേഷം അതാണ് നീ എന്ന് ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു. അതിനാൽ ഇതിനെ ഉപദേശവാക്യം എന്ന് പറയുന്നു. അതായത് ബ്രഹ്മം, ആത്മാവ് തന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. നിന്റെ യഥാർത്ഥ സ്വരൂപമാണ് ആത്മാവ്. നീ അത് സ്വയം അന്വേഷണത്തിലൂടെ കണ്ടെത്തുക എന്ന ഉപദേശമാണ് ഗുരു നൽകുന്നത്. സ്വയം വിചിന്തനത്തിലൂടെ, ധ്യാനത്തിലൂടെ സത്യം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ശിഷ്യനിൽ തന്നെയാണ്. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവാണ് ബ്രഹ്മം. നിർവചനവും ഉപദേശവും ഗുരുവിൽ നിന്ന് കിട്ടിയ ശിഷ്യൻ ഈ സത്യത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ ലൗകിക ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഏകാഗ്ര ചിന്തയോടെ ധ്യാന നിമഗ്നനാകുന്നു. നിരന്തര പരിശ്രമത്തിലൂടെ, സാധനയിലൂടെ സ്വന്തം സത്തയായ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ, ബ്രഹ്മം എന്ന ബോധ്യത്തിലേക്ക് എത്തുന്നു. അറിവിന്റെ തികവിലേക്ക് പ്രവേശിക്കുന്നു. സാധനയിലൂടെ ബോധ്യപ്പെടുന്നതിനാൽ ഈ വാക്യത്തിന് സാധനാവാക്യം എന്ന് പറയുന്നു. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ദിവ്യമായ അനുഭൂതിയിൽ മനസ്സ് ഉൾചൈതന്യവുമായി സംയോജിക്കുന്നു. മനസ്സ് ഇല്ലാതാകുന്നു. പരമമായ അദ്വൈതാനുഭൂതിയെ പ്രാപിക്കുന്നതോടെ ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന അറിവിന്റെ പരമമായ തികവിൽ എത്തുന്നു. തത്വവും വ്യക്തിയും ഒന്നാകുന്നു. സ്വയം അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നതിനാൽ ഇതിനെ അനുഭവവാക്യം എന്ന് പറയുന്നു. പരമമായ ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ മനുഷ്യനെ നയിക്കുക എന്നതാണ് മതങ്ങളുടെ ലക്ഷ്യം. മാർഗങ്ങൾ പലതാണെങ്കിലും അവയെല്ലാം ഒരേ ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ എല്ലാ മതങ്ങളെയും ആദരിക്കുകയും ആധ്യാത്മികതയിലെ ഏകത്വം അംഗീകരിക്കുകയും ചെയ്യണം. ഏകം സൽ വിപ്ര ബഹുധ പദ്ധതി, സത്യം ഒന്ന് മാത്രം. അതിനെ ആചാര്യന്മാർ പല വിധത്തിൽ പറയുന്നു. വൈവിധ്യങ്ങളിൽ ഏകത്വം ദർശിക്കുകയും ഏകത്വത്തിലെ വൈവിധ്യങ്ങളെ ആദരിക്കുകയും ചെയ്യണം. മതങ്ങളിലെ വൈവിധ്യത്തെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ അംഗീകരിക്കണം. ജോൺ പോൾ II, റോം 22/12, 1986.
കർമ്മം ആരാധനയാകട്ടെ. എല്ലാ മനുഷ്യരും നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മം ചെയ്യാതെ ആർക്കും നിലനിൽക്കാൻ സാധ്യമല്ല. കർമ്മം എന്നാൽ ചലനം. കർമ്മമില്ലാതെ ഒരു അവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഓരോ വ്യക്തിയും അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദാഹരണം, കൃഷിക്കാർ, കച്ചവടക്കാർ, ഡോക്ടർ, അധ്യാപകർ, പുരോഹിതർ എന്നിങ്ങനെ എല്ലാവരും. നമ്മിൽ നിയതമായിട്ടുള്ള കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠം. കർമ്മം ചെയ്യാതിരുന്നാൽ നിനക്ക് ശരീര സംരക്ഷണം പോലും അസാധ്യമാകും. ഭഗവത്ഗീത 3:8. ചെയ്യുന്ന കർമ്മങ്ങളിൽ തൃപ്തിയും സന്തോഷവും സൽഫലങ്ങളും നാം പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ച് ഫലം കിട്ടാതെ വരുമ്പോൾ നാം ദുഃഖിക്കുന്നു. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള മാർഗമാണ് ആരാധനാഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നത്. കർമ്മം ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് നമ്മിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തിൽ നിന്നാണ്. ഉള്ളിലെ ചൈതന്യത്തിന്റെ അഭാവത്തിൽ നമ്മുടെ ശരീരം വെറും ശവമാണ്. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവിനോടുള്ള ആരാധനാഭാവത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുക. ഈശ്വരൻ തന്ന കഴിവുകൊണ്ടാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന തിരിച്ചറിവോടെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയായി മാറുന്നു. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ജീവിത ബലിയായി തീരുന്നു, യജ്ഞമായി തീരുന്നു. ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല. കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. ഫലം ഈശ്വരഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ കർമ്മബന്ധനം ഉണ്ടാകുന്നില്ല. ഫലം എന്തായാലും അത് ഈശ്വര പ്രസാദമായി സ്വീകരിക്കുക. അപ്പോൾ കർമ്മങ്ങൾ നമുക്ക് ആനന്ദം മാത്രമേ നൽകുകയുള്ളൂ. അങ്ങനെയുള്ള കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാകും. ഒരിക്കലും ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ ഇടവരില്ല. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊറിന്തോസ് 10:31, കൊളോസസ് 3:17. നീ എന്ത് ചെയ്താലും, എന്ത് ഭുജിച്ചാലും, എന്ത് ഹോമിച്ചാലും, എന്ത് ദാനം ചെയ്താലും, എന്ത് തപസ് ചെയ്താലും അതെല്ലാം എനിക്കുള്ള അർപ്പണമായി ചെയ്യുക. ഗീത 9:27. രാവിലെ പ്രഭാത കർമ്മങ്ങൾ മുതൽ സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി മാറട്ടെ, ജീവിത ബലിയായി മാറട്ടെ. വരുന്നതെല്ലാം ഈശ്വര പ്രസാദമായി സ്വീകരിക്കുക. കർമ്മഫലം തനിക്ക് തന്നെയുള്ളതല്ല, അത് ഈശ്വരൻ തരുന്ന ദാനമാണ്. അത് പങ്കുവെച്ച് ഉപയോഗിക്കുമ്പോൾ അത് ജീവിത ബലിയായി മാറുന്നു. സ്വകർമ്മം ഫലച്ഛയില്ലാതെ അനുഷ്ഠിക്കുക എന്നതാണ് ധർമ്മം. ഏത് പ്രതികൂല സാഹചര്യത്തിലും സ്വധർമ്മം അനുഷ്ഠിക്കാൻ മടിച്ചു നിൽക്കരുത്. ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. 1 പത്രോസ് 4:10. ത്യാഗസന്നദ്ധതയും ദാനശീലവുമില്ലാതെ കേവലം സ്വാർത്ഥന്മാരായി കഴിയുന്നവർ പാപത്തെ തന്നെയാണ് ഭുജിക്കുന്നത്. സൽക്കർമ്മങ്ങളുടെ ഫലം അന്യർക്കും കൂടി പ്രയോജനപ്പെടുമാറ് വിനിയോഗിക്കുകയും അതിലൊരംശം സ്വയം അനുഭവിക്കുകയും ചെയ്യാം. അതിനു പകരം എല്ലാം തനിക്ക് മാത്രമെന്ന് കരുതുന്നവർ പാപികളാണ്. ഗീത 3:13. നീ എല്ലാ കാലത്തും എന്നെ സ്മരിക്കുക, സ്വധർമ്മ അനുഷ്ഠിക്കുക. നീ എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സും ബുദ്ധിയും ഉള്ളവനായാൽ നീ എന്നെ തന്നെ പ്രാപിക്കും. ഗീത 8:7. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23. അതാണ് കർമ്മയോഗം. യോഗസ്ഥനായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഗലാത്തിയ 6:8. ദൈവം സ്നേഹമാണ് എന്ന അറിവിന്റെ വെളിച്ചത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ഒന്നിനോടും ഒട്ടൽ ബന്ധനം ഉണ്ടാകുന്നില്ല. ആത്മജ്ഞാനം സമ്പാദിച്ച് അതിനെ കർമ്മത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ പരമോന്നത ലക്ഷ്യം. ജ്ഞാനവും കർമ്മവും ഒന്നു ചേർന്ന് മുന്നോട്ട് പോകണം. ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ് ജ്ഞാനവും കർമ്മവും. ജ്ഞാനം സമ്പാദിക്കുക, അതിനെ കർമ്മത്തിൽ പ്രതിഫലിപ്പിക്കുക. മൃത്യുഭയത്തിൽ നിന്നുള്ള മുക്തി കൈവരുന്നത് ജ്ഞാനം മുഖേന മാത്രമല്ല, ജ്ഞാന കർമ്മങ്ങളുടെ സമന്വയത്താലുമാണ്. യത് യത് കർമ്മ കരോമി തത് തത് ശംഭോ തവരാധനം. നമ്മൾ എന്തെല്ലാം ചെയ്താലും അതെല്ലാം ഈശ്വരാരാധനയായി മാറട്ടെ. ഈശ്വരനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കർമ്മവുമില്ല. ഭൗതിക കർമ്മം, ആധ്യാത്മിക കർമ്മം എന്ന് കർമ്മത്തെ രണ്ടായി എണ്ണാൻ പാടില്ല. ഉള്ളിൽ ദൈവസ്നേഹാനുഭൂതി നിറയുമ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും പുണ്യമായി മാറും. ആ നിറവില്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വ്യർത്ഥമായി തീരും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവളിവിടെ ഉള്ള ദിവസം വിളിക്കരുതെന്ന്. അവളെങ്ങാനും കയറി വരും. ശരി ശരി, നീ ഫോൺ വെക്ക്. ആ വൈകിട്ട് കാണാന്നേ.
ഓക്കെ ഓക്കെ, നീ ഫോൺ വെച്ചേ, പിന്നെ വിളിക്കാം. ഓക്കെ. അമ്മ അപ്പ ഇന്നലെ എന്താ ലേറ്റ് ആയേ? അതപ്പോ കൂട്ടുകാരുടെ കൂടെ വല്ലതും പോയതായിരിക്കും. അത് വിട്. നീ നാളെ കോമ്പറ്റീഷനുള്ളതെല്ലാം നന്നായിട്ട് പഠിച്ചോ? അമ്മ ഒന്നുകൂടി പറഞ്ഞു തരുമോ? 9 മുതൽ 1 വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് മോൻ കോമ്പറ്റീഷന് ഫസ്റ്റ് വാങ്ങിക്കണം. ഓക്കെ അമ്മ. 9 നവധാന്യങ്ങൾ. ജീവിതം നിലനിൽക്കാൻ ഭൂമി നമുക്ക് നൽകുന്ന ദാനങ്ങളാണവ. 8 ദിക്കുകൾ. നമ്മൾ എവിടെയാണെന്നും നമ്മൾ എവിടേക്ക് പോകണമെന്നും പറയുന്ന വഴികളാണവ. 7 സ്വരങ്ങൾ. വാക്കുകളില്ലാതെ വികാരം പറയുന്ന ശബ്ദങ്ങളാണവ. 6 രുചികൾ. സുഖവും ദുഃഖവും ഒരുമിച്ച് വരുന്ന അനുഭവങ്ങളാണവ. 5 ഭൂതങ്ങൾ. നമ്മളെയും പ്രകൃതിയെയും ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങളാണവ. 4 കാറ്റുകൾ. നിൽക്കാതെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സ്വഭാവമാണവ. 3 അവസ്ഥകൾ. ജനനം, ജീവിതം, മരണം. 2 ജീവിതത്തിന്റെ വശങ്ങൾ. അകവും പുറവും. പുറം എങ്ങനെ ആകണമെന്ന് നമ്മുടെ അകം തീരുമാനിക്കും. എന്നാൽ ഇതിലെല്ലാം മുകളിൽ നിൽക്കുന്നത് ഒന്ന് മാത്രമാണ്. അത് മറ്റൊന്നുമല്ല, ധാർമ്മികതയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം, എന്നാൽ എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്നതല്ല ജീവിതം. ജീവിതത്തിന്റെ അടിസ്ഥാനം ധാർമ്മികതയാണ്. ധാർമ്മികതയുള്ള ഹൃദയമാണ് നമ്മെ സ്നേഹിക്കുന്നതെങ്കിൽ അവിടെ വഞ്ചനയ്ക്ക് സ്ഥാനമില്ല. അമ്മ അവസാനത്തെ ഡയലോഗ് എന്നാ? സ്നേഹം മനസ്സിനെ ബന്ധിപ്പിക്കും, ധാർമ്മികത അതിനെ നിലനിർത്തും, അല്ലേ അമ്മ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവളിവിടെ ഉള്ള ദിവസം വിളിക്കരുതെന്ന്. അവളെങ്ങാനും കയറി വരും. ശരി ശരി, നീ ഫോൺ വെക്കേ. Nora. സ്നേഹത്തിന്റെ വിപരീത പദം ഏതാണെന്ന ചോദ്യത്തിന് ഗുരുവിന്റെ മറുപടി സ്വാർത്ഥത എന്നായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു: മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കാനും അതിനുവേണ്ടി ത്യാഗം സഹിക്കാനുമുള്ള സന്നദ്ധതയുടെ പേരാണല്ലോ സ്നേഹം. എന്നാൽ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനാവാത്ത വിധം ഒരാൾ സ്വന്തം സുഖത്തിലും സന്തോഷത്തിലും മാത്രമായി കുടുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് സ്വാർത്ഥത. സ്നേഹിക്കുന്നുവെന്ന് പറയുന്നിടത്തൊക്കെയും സ്വയം ചോദിച്ചു നോക്കണം, എന്തുറപ്പുവരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്? അയാളുടെ നന്മയോ അതോ എൻ്റെ സന്തോഷമോ? സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിന്റെ വിപരീത Nora. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.